ഹായ് ഫ്രണ്ട്സ്, പൂല ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 സ്വിച്ച് ഉപയോഗിച്ച് 2 ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റെയർകേസ് വയറിംഗ് ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ 3 2-വേ സ്വിച്ചും 2 ഹോൾഡറുമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കണക്ഷനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായി റെഡ് കളർ വയർ കൊണ്ടാണ് നമ്മൾ 2-വേ സ്വിച്ചിനെ ലിങ്ക് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ സ്റ്റെയർകേസ് വയറിങ്ങിന് കൊടുക്കുന്ന അതേ കണക്ഷൻ തന്നെയാണ് ഇതിനും. സാധാരണ സ്റ്റെയർകേസ് വയറിങ്ങിൽ 2 2-വേ സ്വിച്ചിന് ഒരു ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ലൈറ്റിനെ 2 2-വേ സ്വിച്ച് വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതിന് പകരമായി 2 ലൈറ്റിനെ 3 സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന കണക്ഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇവിടെ റെഡ് വയർ 2-വേ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തെ ടെർമിനലിൽ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ അടിഭാഗത്തുള്ള ടെർമിനലിൽ യെല്ലോ കളർ വയറാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തത്. ഇപ്പോൾ 2-വേ സ്വിച്ചിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തും നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി 2-വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നും ഒരു കണക്ഷൻ എടുക്കണം. ആ കണക്ഷൻ നേരെ പോകുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ ടെർമിനലിലേക്കാണ്. ഫേസ് കണക്ഷനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ബൾബ് ഹോൾഡറിലേക്കുള്ള ഫേസ് കണക്ഷൻ. 3 2-വേ സ്വിച്ച് ഉള്ളതിൽ നിന്നും ഒരു തലത്തിലുള്ള 2-വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നും ഒരു ഹോൾഡറിലേക്ക് നമ്മൾ ഒരു ഫേസ് കണക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്തുള്ള 2-വേ സ്വിച്ചിൽ നമ്മൾ ഫേസ് കണക്ഷനാണ് കൊടുക്കുന്നത്. അടുത്ത 2-വേ സ്വിച്ചിൻ്റെ ടെർമിനലിൽ നിന്നും നമ്മൾ അടുത്ത ഹോൾഡറിലേക്കുള്ള ഒരു ഫേസ് കണക്ഷൻ കൊടുത്തു. ഇപ്പോൾ 2 ഹോൾഡറിലേക്കും നമ്മൾ ഫേസ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ 2-വേ സ്വിച്ചിൻ്റെ കണക്ഷനും. ഇനി നമുക്ക് ഹോൾഡറിലേക്കുള്ള ന്യൂട്രൽ കണക്ഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ബ്ലൂ കളർ വയറാണ് എടുത്തിട്ടുള്ളത്. ഒരു ഹോൾഡറിൽ നിന്നും അടുത്ത ഹോൾഡറിലേക്ക് നമ്മൾ ഒരു ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഹോൾഡറിൽ നിന്നും ഫസ്റ്റ് ഹോൾഡറിൽ നിന്ന് വരുന്ന ന്യൂട്രലും മെയിൻ ന്യൂട്രലും കൂട്ടിയാണ് നമ്മൾ രണ്ടാമത്തെ ഹോൾഡറിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഹോൾഡറിലേക്കും നമുക്ക് ന്യൂട്രൽ കണക്ഷൻ കിട്ടും. അപ്പോൾ ഹോൾഡറിലേക്കുള്ള കണക്ഷൻ പൂർണ്ണമായും തീരുകയാണ്. ഒരു മെയിൻ ന്യൂട്രൽ കൂടി ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡറിലേക്കുള്ള കണക്ഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് 2-വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള ഒരു കണക്ഷനാണ്. നമ്മൾ നേരത്തെ സെൻട്രൽ ഭാഗത്തുള്ള 2-വേ സ്വിച്ചിലേക്ക് ഒരു കണക്ഷനും കൊടുത്തിട്ടില്ല. അതിലേക്കുള്ള കണക്ഷനാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത്. അതിലേക്ക് ഒരു ഫേസ് കണക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും ആയാൽ 3 2-വേ സ്വിച്ചും അതുപോലെ തന്നെ 2 ലൈറ്റ് പോയിന്റും തമ്മിലുള്ള കണക്ഷൻ വയറിംഗ് ഇവിടെ പരിപൂർണമായി. ഇനി നമുക്ക് ഈ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കൊടുത്ത ഈ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. 2 ഹോൾഡറിലേക്കും 2-വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുത്തത്. രണ്ടാമത്തെ 2-വേ സ്വിച്ചിലേക്ക് നമ്മൾ ഫേസ് ആണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2-വേ സ്വിച്ചിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സ്വിച്ച് ഓഫും രണ്ടാമത്തെ സ്വിച്ച് ഓണും മൂന്നാമത്തെ സ്വിച്ച് ഓഫുമാണുള്ളത്. ആ സമയത്ത് ഒരു ലൈറ്റും ഓൺ ആവില്ല. ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലൈറ്റ് ഓണായി. രണ്ടാമത്തെ സ്വിച്ച് ഓൺ മോഡിലാണ് ഉള്ളത്. അപ്പോൾ അത് ഓഫ് മോഡിലേക്ക് ആക്കുമ്പോൾ ഫസ്റ്റത്തെ ലൈറ്റ് ഓഫായിട്ട് രണ്ടാമത്തെ ലൈറ്റ് ഓൺ ആവും. ഇനി മൂന്നാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 2 സ്വിച്ചും 2 ലൈറ്റും ഓഫാവും. സെൻട്രൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 2 ലൈറ്റും ഒരുമിച്ച് ഓണാവും.
ഇവിടെ ഫസ്റ്റ് സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ലൈറ്റ് ഓഫായിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ രണ്ടാമത്തെ ലൈറ്റ് ഓഫായിട്ട് ഫസ്റ്റ് ലൈറ്റ് ഓണായി. ഇനി മൂന്നാമത്തെ സ്വിച്ച് ഇപ്പം ഓണിലാണുള്ളത്, നമ്മൾ ഓഫിലേക്ക് ആക്കുകയാണ്. രണ്ട് ലൈറ്റും ഓണായി. അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ എല്ലാ സ്വിച്ചും ഓഫ് മോഡിലാണുള്ളത്. ഇനി ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലൈറ്റ് ഓഫായി. രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ലൈറ്റ് ഓഫായിട്ട് ഫസ്റ്റ് ലൈറ്റ് ഓണായി. മൂന്നാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ട് ലൈറ്റും ഓണായി കിടക്കും. സെൻട്രത്തെ സ്വിച്ച് ഓഫാക്കുന്ന സമയത്ത് രണ്ട് ലൈറ്റും ഓഫാകും. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഈ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.